നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതോടുകൂടി CPM-നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത് അവരുടെ ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് ഈ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പാർട്ടിയുമായി ഇടഞ്ഞ് മത്സരിക്കുന്നതാണ്. ഷൊർണൂരിൽ PK ശശി, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, അമ്പലപ്പുഴയിൽ G സുധാകരൻ, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ ഇവരൊക്കെ ഇപ്പോൾ മത്സര രംഗത്തുണ്ട്. പയ്യന്നൂരിലാണെങ്കിൽ V കുഞ്ഞികൃഷ്ണന് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, അമ്പലപ്പുഴയിൽ G സുധാകരന് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, PK ശശിക്ക് പിന്തുണയുണ്ട്. TK ഗോവിന്ദനാണ് ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നത്. പുറത്തു വരാൻ കാരണം പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയും ആന്തൂർ സാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതുമായി അതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇതുവരെ പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു TK ഗോവിന്ദൻ. എന്നാൽ അദ്ദേഹം എതിരഭിപ്രായം ഉയർത്തിയതോടുകൂടിയാണ് പാർട്ടിക്ക് വേണ്ടാത്തവനായി ഈ പറയുന്ന 4 പേരും മാറിയത് എന്നുള്ളതാണ്. എന്താണ് ഇവരെയൊക്കെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്? അതായത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പോലെയുള്ളവരുടെ ഒരു നേതൃത്വവും അവരുടെ താൻപോരിമയുമാണ് ഈ പാർട്ടി വിടാനായി ഇവരെയൊക്കെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനൊക്കെ പാർലമെൻ്ററി മോഹമില്ലാത്ത ആൾക്കാരാണ്. അവരൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരാണ്. പതിറ്റാണ്ടുകളോളം കുഞ്ഞികൃഷ്ണൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അവിടെ TI മധുസൂദനൻ എന്ന MLA, സിറ്റിംഗ് MLA അവിടെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിൽ വെട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പാർട്ടിയുടെ മുന്നിൽ വെച്ച പരാതി. പക്ഷേ അതിൽ പാർട്ടി നടപടിയെടുത്തില്ല. വർഷങ്ങളോളം കുഞ്ഞികൃഷ്ണൻ കാത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വന്നതല്ല, അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണനെ ഈ TI മധുസൂദനെ പുറത്താക്കി കുഞ്ഞികൃഷ്ണനെ അവിടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ പാർട്ടിക്ക് യാതൊരു ഭീഷണിയും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അവിടെ ആൾക്കാർക്ക് തന്നെ അറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. അവിടുത്തെ മാത്രം വോട്ടർമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കണ്ണൂരല്ല ഇന്നത്തെ കണ്ണൂർ. അവിടെ പാർട്ടി എന്താണെന്നും പാർട്ടിയുടെ ഇനിയുള്ള അവസ്ഥ എന്താണെന്നും ഒക്കെ കണ്ണൂരിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ പറ്റി നിൽക്കുന്ന ചിലർക്ക് മാത്രമാണ് പാർട്ടി ഇപ്പോഴും നിലനിൽക്കണം അല്ലെങ്കിൽ പാർട്ടി ഭരണത്തിൽ വരണം എന്ന ആഗ്രഹമുള്ളത്. എന്തായാലും V കുഞ്ഞികൃഷ്ണൻ അവിടെ വരുന്നതോടെ TI മധുസൂദനൻ്റെ എതിരാളിയായി വരുന്നതോടെ പയ്യന്നൂരിലെ കാര്യം ഇനി കണ്ടു തന്നെ അറിയണം. പിന്നെയുള്ളത് PK ശശിയാണ്. PK ശശിക്ക് ഷൊർണൂരിൽ വളരെയധികം പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പ് പലപ്പോഴും അദ്ദേഹം CPM-ൽ നിന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോഴൊക്കെ അതിതീവ്രമായിട്ടുള്ള ജനവികാരമാണ് അവിടെ പ്രകടമായത്. പാർട്ടിയുടെ അണികൾ ഉൾപ്പെടെ പരസ്യമായി PK ശശിക്ക് വേണ്ടി രംഗത്തിറങ്ങി. അവരൊക്കെ ഇപ്പോഴും PK ശശിയോടൊപ്പമാണ്. പ്രത്യക്ഷത്തിൽ അവർ പാർട്ടിയോടൊപ്പമാണെങ്കിലും പരോക്ഷമായി അവർ PK ശശിയോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യവും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി അമ്പലപ്പുഴയിലെ കാര്യം എടുത്താലോ, അമ്പലപ്പുഴയിലും ഈ പറയുന്ന G സുധാകരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എത്രയൊക്കെ അവഹേളിച്ചാലും പാർട്ടി പറയുന്നു 2000-ഓളം പേർ അദ്ദേഹത്തിനെതിരായുള്ള പ്രകടനത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. പക്ഷേ 500-ൽ താഴെ പേർ മാത്രമാണ് എന്ന് സുധാകരനും പറയുന്നു. അതാണ് വാസ്തവവും. അതൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ് എന്ന് കരുതി. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു രക്തസാക്ഷി കൂടിയുണ്ട്. സുധാകരൻ അഴിമതിരഹിതനായ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ ഒരു അഴിമതി ആരോപണവും ഉയർന്നു കേട്ടിട്ടില്ല. ഇതൊക്കെ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസ് അവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. പകരം G സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയൊക്കെ പാർട്ടി തലകുത്തി മറിഞ്ഞാലും അവിടെ അമ്പലപ്പുഴയിൽ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു വിഷയം അവിടെ ഉദിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇനിയുള്ളത് TK ഗോവിന്ദനാണ്. TK ഗോവിന്ദൻ എന്തുകൊണ്ടാണ് പാർട്ടി വിട്ട് പുറത്തു വന്നത്? ഈ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നത് കൊണ്ടാണ്. സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും അത് പല ന്യായങ്ങളാണ് പറയുന്നത്. അവർ പാർട്ടിക്കാരിയാണ്, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പാർട്ടിക്കാരിയായിരുന്നു, അവൾ പാർട്ടിക്ക് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റു ചെയ്തു, മറിച്ച് ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാര്യയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥിത്വം ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണോ അത്? അവിടെയാണ് ഈ പറയുന്ന TK ഗോവിന്ദന് ഇടയേണ്ടി വന്നത്. അതുവരെ അതായത് അദ്ദേഹം പാർട്ടി വിടുന്ന അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ പാർട്ടിക്ക് അദ്ദേഹം വേണ്ടപ്പെട്ടവനായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഇല്ലാത്ത കാര്യങ്ങളും മറ്റുമൊക്കെ പറയുന്നത്. അവിടെ KK രാഗേഷ് ഈ MV ഗോവിന്ദൻ്റെ വെറുമൊരു ഏറാൻ മൂളി മാത്രമാണെന്നാണ് TK ഈ ഗോവിന്ദൻ പറയുന്നത്. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയാണ് KK രാഗേഷ്.
അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ജയിച്ചത്. അപ്പോൾ അവിടെ KK രാഗേഷിനുള്ള പിന്തുണ എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ KK രാഗേഷ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ശാന്തനാണ്. ചുമ്മാ ഏതെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയാൽ പോലും വന്നിരുന്ന് വെറുതെ എഴുതിക്കൊണ്ട് വന്നത് വായിച്ചിട്ട് പോകുന്നൊരു നേതാവാണ്. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. അതാണ് കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലും വന്നത്. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതായിരുന്നു ആ ഒരു പത്രസമ്മേളനം പോലും. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം വല്ലാതെ അലയടിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ കിരാത ഭരണം കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ അസംതൃപ്തരാക്കുന്നു. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ്റെ ഭരണം വരുന്നതിനെ അവർ ഭയപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി പാർട്ടിക്കെതിരായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF പൊട്ടിത്തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെയുള്ളത് CPI ആണ്. CPIയിലും വളരെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെയാണ് ഉള്ളത്. GRLൊക്കെയാണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ പ്രചരിച്ചിരുന്നത് ഒരാൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. വോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ, അംഗപരിമിതിയുള്ള ഒരു മനുഷ്യനെ സമീപിച്ചപ്പോൾ, വികലാംഗനായ ഒരു മനുഷ്യനെ സമീപിച്ചപ്പോൾ അദ്ദേഹം മന്ത്രിയോട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. മന്ത്രിക്ക് ഉത്തരമില്ല. മന്ത്രി ഓടിപ്പോവുകയാണ്. പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് മന്ത്രി ഓടിപ്പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ CPM എന്നുള്ള ഒരു പ്രസ്ഥാനം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അത് മാത്രമല്ല, ഇന്ന് ഈ ഒരു CPMൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരനായ അതിൻ്റെ ഏറ്റവും പ്രധാന വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ MB ഗോവിന്ദൻ, AA റഹീം, ആര്യ രാജേന്ദ്രൻ, ഇവരൊക്കെ ഈ പാർട്ടിയെ ഇന്നത്തെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.